ഒബേസിറ്റി, മെയിൽ പാറ്റേൺ അലോപേഷ്യ, പ്രത്യേകിച്ചും AGAs പുരുഷന്മാരിലുണ്ടാകുന്ന ബാൾഡ്നെസ്സിലേക്ക് നയിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. പലപ്പോഴും തടി കൂടുന്നതിനെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. ഇന്നത്തെ കാലത്ത് അമിതവണ്ണത്തിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ്. ജനറ്റിക്കായ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ലാതെ നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്സ്, അമിതമായ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ഇവയെല്ലാം കലർന്ന ഭക്ഷണം അടങ്ങിയ ഭക്ഷണം, അതാണ് ഇന്ന് പ്രത്യേകിച്ചും അമിതവണ്ണത്തിന് കാരണം. അവ ഹെയർ ലോസിലേക്ക് നയിക്കുമോ എന്ന ക്വസ്റ്റ്യൻ വളരെ പ്രസക്തമാണ്. കാരണം ഇന്ന് പലപ്പോഴും ആളുകൾ AGA കാരണം, അതായത് പ്രത്യേകിച്ചും വളരെ പ്രായം കുറഞ്ഞ പുരുഷന്മാർ, 20കളിലും 30കളിലും ഉള്ള പുരുഷന്മാർ പോലും AGA കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്, ഡിപ്രഷൻ വരെ ഉണ്ടാവുന്നുണ്ട്. AGA എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ കാണുന്ന കഷണ്ടിയാണ്. അത് മുടി M പാറ്റേണിലാണ് ലോസ് ആവുക. അതായത് നമ്മൾ M ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ഭാഗത്തു നിന്നാണ് മുടി കൂടുതലായിട്ടും ലോസ് ആവുന്നത്. അപ്പോൾ AGAക്ക് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ജീനൊരു പ്രധാന കാരണമാണ്, പാരമ്പര്യ ഘടകമുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം ആക്സിലറേറ്റ് ചെയ്യുന്ന തരത്തിൽ, ത്വരിതപ്പെടുത്തുന്ന തരത്തിൽ പെട്ടെന്ന് നമുക്ക് AGA വരുവാൻ, അങ്ങനെ ഒരു സാധ്യതയുള്ള ആളുകളിൽ പ്രത്യേകിച്ച് വരുവാൻ അമിതവണ്ണം കാരണമാവുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ വിഷയം. അമിതവണ്ണം തീർച്ചയായിട്ടും AGA അഥവാ മെയിൽ പാറ്റേൺ അലോപേഷ്യ വഷളാക്കുന്നുണ്ട്. BMI കൂടുന്നതിനനുസരിച്ച്, അമിതവണ്ണം ഉള്ളവരിൽ BMI ബോഡി മാസ് ഇൻഡെക്സ് വളരെ കൂടുതലായിരിക്കും. BMI കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹെയർ ലോസിനുള്ള സാധ്യതയും കൂടുതലാവുകയാണ്, പ്രത്യേകിച്ച് AGA. കാരണം AGAക്ക് ഒരു ഹോർമോണൽ ബേസിസ് ഉണ്ട്. അതിൻ്റെ കാരണം ജനറ്റിക് ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ മറ്റു ഫാക്ടേഴ്സ്, ഹോർമോൺസ്, പ്രത്യേകിച്ച് മെയിൽ ഹോർമോൺ കൂടി വരുന്നൊരവസ്ഥ അതിലുണ്ടാവുന്നുണ്ട്. DHT എന്ന് പറഞ്ഞിട്ടുള്ള ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ലെവലിൽ വളരെ ഗണ്യമായ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഹോർമോണൽ ഇംബാലൻസും ഇതിൻ്റെ പുറകിൽ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അമിതവണ്ണം ഇതിലേക്ക് ഹെയർ ലോസിലേക്ക്, AGAയിലേക്ക് നയിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. പക്ഷേ എന്താണ് അതിൻ്റെ റിസർച്ച് പഠനങ്ങൾ കാണിക്കുന്ന മറ്റ് കാരണങ്ങൾ എന്നും കൂടെ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. AGA അമിതവണ്ണം കൊണ്ട് കൂടുന്നു എന്നുള്ളൊരു സത്യമാണ്. വണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം തകരാറിലാകും. ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഞാൻ ഫ്രീ റാഡിക്കൽസിനെ കുറിച്ച് മിക്കവാറും വീഡിയോസിൽ പറയാറുണ്ട്. ഫ്രീ റാഡിക്കൽസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന ഒരു പ്രതിഭാസം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഓക്സിഡേറ്റീവ് സ്ട്രെസ് മറ്റൊന്നുമല്ല, നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ ഫലമായും അല്ലാതെയും ശരീരത്തിലെത്തുന്ന ഫ്രീ റാഡിക്കൽസ്, പ്രത്യേകിച്ച് ഓക്സിജൻ സ്പീഷീസ്, അത് നൈട്രേറ്റ് ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന പ്രോസസ്സ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ ഉണ്ടാക്കിയിട്ട് അതിനെ നശിപ്പിക്കും. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അവ ഹെയറിലുള്ള സ്റ്റെം സെൽസിന് കുറവുണ്ടാക്കും. സ്റ്റെം സെൽസ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കാൽപ്പിൽ നമുക്ക് മുടി വളരില്ല. രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒബേസിറ്റി എപ്പോഴും, അമിതവണ്ണം എപ്പോഴും ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കും. ക്രോണിക് ഇൻഫ്ലമേഷൻ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് അഥവാ ഒരു പ്രത്യേകതരം കെമിക്കൽസാണ്. പ്രത്യേകിച്ചും സൈറ്റോകൈൻസിൻ്റെ ലെവൽ നന്നായിട്ട് കൂട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഹെയർ ഫോളിക്കിൾസ് നശിക്കും. അത് മൂന്നാമത്തെ കാരണം. ഇനി നാലാമത്തെ കാരണം പറയുകയാണെങ്കിൽ, ഈ ഹെയർ ലോസ്, ഒബേസിറ്റി കാരണം, അമിതവണ്ണം കാരണം ഉണ്ടാകുന്ന ഹെയർ ലോസ് മിക്കവാറും മെറ്റബോളിക് സിൻഡ്രോം എന്ന അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഹൈ BP ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹൈ ബ്ലഡ് ഷുഗർ ഉണ്ടായിരിക്കും. പിന്നെ ഇതൊന്നും കൂടാതെ നല്ല വണ്ണം പ്രത്യേകിച്ച് നമ്മുടെ ട്രങ്ക് ഏരിയയിലുണ്ടാവും. ട്രങ്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മധ്യഭാഗം. അപ്പോൾ ഹൈ വേസ്റ്റ് സർക്കംഫറൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ആരോഗ്യസ്ഥിതിയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവരിൽ തീർച്ചയായിട്ടും AGAക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം ഹോർമോൺസിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഷുഗർ ലെവൽ കൂടുതലാണ്, അതുപോലെ തന്നെ പ്രഷർ കൂടുതലാണ്. നമ്മുടെ ഷുഗർ ലെവൽ കൂടുമ്പോൾ തന്നെ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. ഷുഗർ കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ കൂടും. ഇൻസുലിൻ ആണല്ലോ ഷുഗർ താഴ്ത്തുന്നത്. പക്ഷേ ഒരു ഘട്ടം എത്തുമ്പം ഇൻസുലിൻ പ്രവർത്തിക്കാതാവും. നമ്മൾ ശരീരത്തിൽ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാതാവുകയും ഇൻസുലിൻ്റെ ലെവല് അതുപോലെ രക്തത്തിൽ കിടക്കുകയും ചെയ്യും. ഹൈ ഇൻസുലിൻ നമ്മളെ ബ്ലഡിലുണ്ടാവും ഷുഗർ ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഇൻസുലിൻ ഹൈ ആവുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഹെയർ സെൽസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടും. അവിടേക്ക് വേണ്ടത്ര ഓക്സിജൻ ബ്ലഡിലൂടെ എത്തില്ല.
അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയും കൂടെ ഇതിലുണ്ട്. ഹൈ ഇൻസുലിൻ കാരണവും ഹെയർ ലോസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഹെയർ ലോസിലേക്ക് നയിക്കുന്നുണ്ട് അമിതവണ്ണം ഉള്ളവരിൽ. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ സ്റ്റെം സെൽസിൻ്റെ ഡിപ്ലീഷനും ഒക്കെ ഹെയർ ലോസിലേക്ക് നയിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ DHT എന്ന ഹോർമോൺ, അതൊരു മെയിൽ ഹോർമോണിൻ്റെ ഉൽപ്പന്നമാണ്, അതായത് ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ DHT ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ പുരുഷന്മാരിൽ കൂടുകയും ഹെയർ ലോസിന് കാരണമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് മെയിൽ പാറ്റേൺ ബാൾഡ്നെസ്, അലോപേഷ്യ എന്ന് പറയും മെഡിക്കൽ ഭാഷയിൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്നും കൂടെ പറയണ്ടേ. അപ്പോൾ അമിതവണ്ണം തുടക്കത്തിൽ ഹെയർ ലോസിലേക്ക് എത്തുകയാണെങ്കിൽ അത് റിവേഴ്സിബിളാണ്. തുടക്കത്തിൽ മാത്രം ഹെയർ ഫോളിക്കിൾ പൂർണ്ണമായിട്ടും നശിച്ചു പോയാൽ, സ്റ്റെം സെൽസ് പൂർണ്ണമായിട്ടും ഡിപ്ലീഷൻ വന്നു കഴിഞ്ഞാൽ, കുറഞ്ഞു വന്നാൽ പിന്നെ അവിടെ മുടി വളരാനുള്ള സെല്ലില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വെയ്റ്റ് ലോസിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ വെയ്റ്റ് ലോസ് മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ ഹെയർ ലോസ്, മെയിൽ പാറ്റേൺ ബാൾഡ്നെസ് വരാതിരിക്കാനും, പ്രത്യേകിച്ച് പാരമ്പര്യമുള്ളവർ, ജനറ്റിക് ഫാക്ടേഴ്സ് ബാക്കിലുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് തടി കൂടാതിരിക്കുക എന്നുള്ളത്. നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നതും ലൈഫ് സ്റ്റൈലുള്ള മാറ്റങ്ങളും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും വ്യായാമമില്ലാത്ത അവസ്ഥയും ഒക്കെയാണ് പ്രത്യേകിച്ചും പലർക്കും ഇത് എത്തിച്ചേരാനുള്ള കാരണമുണ്ടാകും. ചിലപ്പോൾ നമുക്ക് 40 വയസ്സിൽ മുടി കൊഴിയേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് 20കളിലേ തുടങ്ങുന്നതിന് ഈ ഒരു പ്രധാന ഘടകം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കാൻ നമുക്ക് വെയ്റ്റ് ലോസ് വേണം. പക്ഷേ പെട്ടെന്ന് വെയ്റ്റ് ലോസ് നടത്താൻ ശ്രമിക്കരുത്. ഒറ്റയടിക്ക് നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പം അത് ശരീരത്തിനൊരു ഷോക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് മുടി കൊഴിയും. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഈ അലോപേഷ്യ കാറ്റഗറിപ്പെട്ട ഹെയർ ലോസ് അല്ല, ടിലോജൻ എഫ്ലൂവിയം എന്ന് പറയും. അതൊരു കുറച്ച് മാസം നീണ്ടു നിൽക്കുന്ന ഹെയർ ലോസാണ്. അതിന് മാറിയിട്ട് മുടി വരും. പക്ഷേ നമ്മളെപ്പോഴും വെയ്റ്റ് ലോസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സസ്റ്റെയിൻഡ് വെയ്റ്റ് ലോസ് ആണ്. വളരെ പതുക്കെ ഒരു കൃത്യമായ എമൗണ്ടിൽ 3-4 കിലോ ഒരു 2-3 മാസത്തിനുള്ളിൽ കുറയ്ക്കുക. ആ തരത്തിൽ നമ്മളുടെ ഡയറ്റ് ക്രമീകരിക്കുക. അപ്പോൾ എന്തൊക്കെ ഭക്ഷണമാണ് വെയ്റ്റ് ലോസിന് എന്നുള്ളത് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. എന്നാലും ചുരുക്കി ഒന്ന് പറയാം. വെയ്റ്റ് ലോസിന് നല്ല കാർബോഹൈഡ്രേറ്റ് മിതമായ അളവിൽ കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ അരിയാഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും ഒഴിവാക്കിയിട്ട് മറ്റ് മില്ലറ്റ്സ്, കീൻവ, അതുപോലെ തന്നെ ഓട്സ് പിന്നെ മിതമായ അളവിൽ കഴിക്കും. ഒരുപാട് കഴിച്ചാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. തുടക്കത്തിൽ കാർബോഹൈഡ്രേറ്റ് ഗണ്യമായിട്ട് കുറയ്ക്കേണ്ടി വരും. അതായത് നല്ല കാർബോഹൈഡ്രേറ്റിന് കുറഞ്ഞൊരു എമൗണ്ടിലാണ്. കാരണം നമ്മൾ കഴിക്കുന്ന മറ്റ് പല വസ്തുക്കളിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ശരീരത്തിൽ എത്തപ്പെടും എങ്ങനെയെങ്കിലുമൊക്കെ കാർബോഹൈഡ്രേറ്റ്. നമ്മളായിട്ട് കൂടുതൽ കഴിക്കേണ്ട ഒരവസ്ഥ ഇല്ല. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പയർവർഗ്ഗങ്ങളും ഫിഷ്, ചിക്കൻ എല്ലാം കഴിക്കുക, ആവശ്യത്തിന് കഴിക്കാം. പക്ഷേ ഫാറ്റ് കുറയ്ക്കണം. അൺഹെൽത്തി ഫാറ്റ് നന്നായിട്ട് കുറയ്ക്കണം. സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അതായത് നമ്മൾ പലതരം എണ്ണകളുണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള നെയ്യുകൾ, വനസ്പതി പോലത്തുള്ള നെയ്യുകൾ, അതുപോലെ തന്നെ നമ്മൾ റീഫൈൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓയിൽസ്, റിഫൈൻഡ് ഓയിൽസ്, അതുപോലെ നമ്മൾ ബേക്കറി ഐറ്റംസ് എല്ലാം കഴിക്കുമ്പോൾ പല തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള എണ്ണയാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത്. അതെല്ലാം കുറയ്ക്കുക. വെയ്റ്റ് ലോസ്, നന്നായിട്ട് തടി കൂടിയ ആൾക്കാർ വെയ്റ്റ് ലോസിന് ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റിൽ പോവുക. കുറഞ്ഞ രീതിയിൽ വന്നിട്ട് ഓവർ സ്ട്രിക്റ്റ് അല്ല, പക്ഷേ ഒരു സാധാരണ ഒരാളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നമ്മൾ അത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വെയ്റ്റ് ലോസ് പെട്ടെന്ന് തന്നെ ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഒരു 2 കിലോയെങ്കിലും കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ ഡീമോട്ടിവേറ്റഡ് ആവും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ വൈറ്റമിൻസ്, മിനറൽസ് ഉള്ള ഭക്ഷണം കഴിക്കുക. അത് ഏതൊക്കെയാണ്? നമ്മളുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വൈറ്റമിൻസ്, മിനറൽസിലാണ്. പക്ഷേ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് കഴിക്കണം. ചക്കപ്പഴം, അതുപോലെ തന്നെ ബനാന, ഇതൊക്കെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ടാണ്. അപ്പോൾ നേന്ത്രപ്പഴത്തിലൊക്കെ ഒരുപാട് ഷുഗർ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിക്കുകയാണെങ്കിൽ തെറ്റില്ല, പൊട്ടാഷ്യം റിച്ച് ആണ്. പക്ഷേ ഒരു കുറഞ്ഞ എമൗണ്ട് കഴിക്കുക, ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ മാക്സിമം 1/2 ഭാഗം. നിങ്ങളുടെ ഷുഗർ ലെവൽ അനുസരിച്ചിരിക്കും കേട്ടോ. ഷുഗർ ലെവൽ കൂടുതലുള്ളവർ ബനാന ഒഴിവാക്കുന്നതാണ് നല്ലത്. പൊട്ടാഷ്യമുള്ള ഒരുപാട് ആഹാര പദാർത്ഥങ്ങൾ വേറെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് ചൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ്, ഷുഗർ അധികം കൂട്ടാത്ത ഫ്രൂട്ട്സ് അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ
വെജിറ്റബിൾസ്, ഇലക്കറികൾ അത് ധൈര്യമായിട്ട് കഴിക്കാം. ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കാം, ആവശ്യത്തിന് എമൗണ്ടിൽ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കാം. ഒരു ഹാൻഡ്ഫുൾ ദിവസവും ആവശ്യമുള്ള ഒരു പിടി. ഓക്കെ, പല വിധത്തിലുള്ള നട്ട്സ് മിക്സ് ചെയ്ത് കഴിക്കണമായിരിക്കും നല്ലത്. വെള്ളം ആവശ്യത്തിന് കുടിക്കുക. നല്ല എക്സസൈസസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സസ്റ്റെയിൻഡ് വെയിറ്റ് ലോസ് ആണ് അതിനുള്ള സൊല്യൂഷൻ. പതുക്കെ പതുക്കെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് എക്സസൈസ് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് വെയിറ്റ് അങ്ങ് കുറയ്ക്കും. പക്ഷേ അതൊരു ജീവിതചര്യയാക്കി മാറ്റണം. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൽ പാറ്റേൺ അലോപേഷ്യയെ തടുത്ത് നിർത്താൻ പറ്റും ഒരുപാട് കാലത്തോളം. അത് പൂർണ്ണമായിട്ടും നമുക്ക് ജീനിനെ തടയാൻ സാധിക്കില്ല, അലോപേഷ്യ വരും. പക്ഷേ ഇത്രയും പെട്ടെന്ന് 20s തന്നെ ഒരുപാട് മുടി പോവാന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഹെയർ ലോസ് തടയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസും കൂടി ശ്രദ്ധിക്കണം. കീപ്പ് ഓൺ വാച്ചിങ് സാംസ വെൽനസ്.